അച്ഛൻ മലയാള സിനിമയിൽ ഒരു ആക്ഷൻ ഹീറോ എന്നറിയപ്പെടുന്ന ആളാണ്. ഓബ്വിയസ് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് എനിക്ക് കാണും. എനിക്കും എൻ്റെ സിനിമയിൽ ആക്ഷൻ ചെയ്തിട്ടുള്ളതുണ്ടായിരുന്നു. ഇതിൽ എനിക്ക് ആ ഒരു സ്പേസ് കിട്ടി. ലീഗലി ഐ എം എൻ അഡൾട്ട്, ഐ എം 24 years old. പക്ഷെ ഞാൻ ഇപ്പോൾ എന്ത് ചെയ്താലും എൻ്റെ അച്ഛൻ അതിന് ബാക്ക്ലാഷ് ഫേസ് ചെയ്യുന്നത്. ഇപ്പോൾ സംതിങ് നെഗറ്റീവ് ദാറ്റ് ഐ ഡു, അച്ഛൻ അതിന് ബാക്ക്ലാഷ് ഫേസ് ചെയ്യുന്നത് സുരേഷ് ഗോപി എന്നൊരു ഇൻഡിവിജ്വലിനോട് അൺഫെയർ ആണ്. ഐ മീൻ ഓബ്വിയസ്ലി ഇറ്റ്സ് ബിക്കോസ് ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ടാണ് അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അത് ഞാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടതാണ്. പക്ഷെ സൊസൈറ്റിലി ആയാലും എന്ത് കാര്യം വന്നാലും ഇന്നയാളുടെ മോൻ ഇങ്ങനെ അവരുടെ മോളെ പറ്റി കേട്ടായിരുന്നോ, ഇങ്ങനത്തെ ഓരോ ചോദ്യങ്ങളല്ലേ വരുന്നത്. ആൾക്കാർ കാണുമ്പോൾ എപ്പോഴും ഒരു സ്റ്റാർ കിഡാണ്, ആ ഒരു ലൈഫ് സ്റ്റൈലാണ്. ഞാൻ ജനിച്ച സമയത്ത് ഇപ്പോ സുരേഷ് ഗോപി എന്ന ഇൻഡിവിജ്വലിന് പല രീതിയിൽ റൈസും ഉണ്ടായിട്ടുണ്ട് ലൈഫിൽ, ഡൗൺഫോൾസും ഉണ്ടായിട്ടുണ്ട്. ഫൈനാൻഷ്യൽ കാര്യങ്ങൾ എനിക്ക് ഒരുപാട് ഡീറ്റെയിൽസ് പറയാൻ താല്പര്യമില്ല. പക്ഷെ നമ്മളെ ഒരിക്കലും ഒരു പോഷ് ലൈഫ് സ്റ്റൈലിലോ അല്ലെങ്കിൽ എക്സ്ട്രാവിഗൻ ലൈഫ് സ്റ്റൈലിലോ എക്സ്ട്രാവിഗൻ വ്യൂസും കൊണ്ട് വളർത്തിയിട്ടില്ല. അച്ഛൻ ഒരു വർഷം 365 ദിവസം എടുത്തു കഴിഞ്ഞാൽ നമ്മളോട് സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നത് ഒരു 20-30 days ആയിരിക്കും. ദാറ്റ്സ് എ സാക്രിഫൈസ് ഹി മെയ്ഡ് ടു പ്രൊവൈഡ് ദാറ്റ് ലൈഫ് ഫോർ ഹിസ് ഫാമിലി. അത് ഇന്നിരുന്ന് ആലോചിക്കുമ്പോൾ ആ പ്രസൻസ് ഉണ്ടായിരുന്നെങ്കിൽ കുറെ ചേഞ്ചസ് വരുത്തായിരുന്നു, കുറെ ചേഞ്ചസ് എനിക്ക് തന്നെ വന്നാനേ ഞാൻ ആലോചിക്കുന്നുണ്ട്. ഇത് മൊത്തത്തിലൊരു തമിഴ് മലയാളം, ഈ ഒരു ജനറേഷനിൽ മലയാളം സിനിമ, തെലുങ്ക് സിനിമ, തമിഴ് സിനിമ എന്നൊരു കോൺസെപ്റ്റ് ഇല്ല. ഇറ്റ്സ് ഇന്ത്യൻ സിനിമ, OTTയുടെ കൾച്ചറാണ്. അതുപോലെ ഇപ്പൊ അമ്മമാരൊക്കെ ആണെങ്കിലും പ്രത്യേകിച്ച് ഗുരുവായൂരപ്പന അങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ, അതിനെ എങ്ങനെയാന്ന് ഇപ്പം ഇൻഡസ്ട്രിയിലേക്ക് കിടക്കുമ്പോൾ ഓവർകം ചെയ്യാൻ നോക്കണേ? എനിക്കിപ്പോ 2 പടം ചെയ്തപ്പോൾ എനിക്കിങ്ങനെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ഞാൻ എവിടെ പോയി ഡാഡിക്കുള്ള പയ്യനല്ലേ അപ്പോ ഡാഡി കൂളിന്റെ ഫൈനൽ റൗണ്ട് ഓഫ് കാസ്റ്റിംഗിൽ ആ പയ്യന്റെ റോളിന് വേണ്ടി ലാസ്റ്റ് വന്ന 2 പേര് ധനഞ്ജയ് ഞാനുമാണ്. പിന്നെയും 5 ലിറ്റർ മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കർ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കറും സമ്മാനം. ഹായ്, ടീം കുമ്മാട്ടിക്കളിയാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. മാധവ് സുരേഷ്, നമസ്കാരം. അജ്മൽ, മിഥുൻ ആൻഡ് ധനഞ്ജയ്, വെൽക്കം. താങ്ക് യു. കുമ്മാട്ടിക്കളിയിലെ ടീമാണ് ഈ കാണുന്ന പോലെ തന്നെ അല്ലേ? അതെ. ഇത് വിൻസെന്റ് സെൽവ എന്ന് പറയുന്ന ഒരു തമിഴ് ഡയറക്ടർ മലയാളത്തിൽ ആദ്യമായി ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഒരു ഫസ്റ്റ് പ്രത്യേകത എന്ന് പറയുന്നത്. എങ്ങനെയാ ഇതിലേക്ക് നിങ്ങളൊക്കെ ഇന്നാവണേ? ഫസ്റ്റ് മൂവിയും കൂടെയാണ് മാധവ്. ആ ചോദ്യം പോകേണ്ടത് ഇവിടെയാണ്, അജ്മലിന്റെ അടുത്താണ്. സൂപ്പർ ഗുഡ് ഫിലിംസ് ചൗധരി സാർ ഇങ്ങനെ വിൻസെന്റ് സെൽവ സാർ കഥ പറഞ്ഞ് മലയാളത്തിൽ ഇങ്ങനെ ചെയ്യാമെന്ന് ഇങ്ങനെ ആലോചിച്ച് വരുന്ന സമയത്ത് തങ്കമണീൻ്റെ പൂജ ഉണ്ടായിരുന്നു. അങ്ങനെ വിൻസെന്റ് സെൽവ സാറ് പൂജയ്ക്ക് വന്ന് അങ്ങനെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. പിന്നെ ഹീറോ ആര് വേണമെന്നുള്ള ഒരാലോചന വന്നു. അപ്പോൾ സൈത്തേട്ടൻ, നമ്മുടെ മാധവനെ സൈത്തേട്ടൻ, അതിനുശേഷം ഞങ്ങൾ അടുത്ത ആര് കാസ്റ്റ് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോഴത്തേക്കും ഡാഡി കൂളിൽ മമ്മൂക്കൻ്റെ മോനായിട്ട് അഭിനയിച്ച അങ്ങനെ ഒരാളുണ്ട് എന്ന് ഞങ്ങൾ കുറേ ചൈൽഡ്ഹുഡ് ആർട്ടിസ്റ്റിൻ്റെ ഞാനൊരു ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ധനഞ്ജയനെ കണ്ടു. അപ്പോൾ ഇവർ 2 പേരും ഫ്രണ്ട്സ് ആണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഇവർ ചെറുപ്പം മുതലേ ഒരുമിച്ചായിരുന്നു. അതൊരു എന്താ പറയാ കോയിൻസിഡൻസ് ആയതല്ലേ. അജുവിന്റെ ചോയ്സിൽ അതൊരു കോയിൻസിഡൻസ് ആയിരുന്നു. എൻ്റെ അടുത്ത് ഈ കഥ പ്രസന്റ് ചെയ്യുമ്പോഴത്തേക്കും അജ്മലിൽ ഒരു റോൾ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഇങ്ങനെ എനിക്ക് അന്നും ഇതിനെ അറിയുന്ന തമിഴിൽ തന്നെ ഒരു പയ്യനുണ്ട്, അത് ആശാനാണ് ഈ 3ാമത്തെ റോൾ ചെയ്യുന്നത്. 4ാമത്തെ റോളുണ്ട്, അത് ഇപ്പോഴും കാസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ വർക്ക് ചെയ്യണം. സിനിമയിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത് ധനഞ്ജയാണ്. അപ്പൊ ഞാൻ ഒരു മൂവി ചെയ്യുമ്പോഴത്തേക്കും നമ്മളൊരു 5-6 വർഷം മുന്നേ ഉള്ള കാഷ്വൽ ടോക്സ് തന്നെ, ഞാൻ എങ്ങാണ് ഒരു മൂവി ചെയ്താ ഇനി നിന്റെ കൂടെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ വർക്ക് ചെയ്താൽ കൊള്ളാമെന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കൊരു ആഗ്രഹം പോലെ ആയിരുന്നു. പക്ഷെ ഞാനത് പ്രകടിപ്പിക്കുന്നതിന് മുന്നേ തന്നെ അജു എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞായിരുന്നു, ഇതിന്റെ ധനഞ്ജയനെ കാസ്റ്റ് ചെയ്താലോ. ആദ്യം മാധവനെ അത് ധനഞ്ജയ് ഡാഡി കൂളിൽ വർക്ക് ചെയ്ത അത്യാവശ്യം അവന്റെ ഒരു അവന്റെ ഫിൽമോഗ്രഫിയിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു വർക്ക് തന്നെയാണ് ആസ് എ ചൈൽഡ് ആർട്ടിസ്റ്റ്. ഡാഡി കൂളിന്റെ ഫൈനൽ റൗണ്ട് ഓഫ് കാസ്റ്റിംഗിൽ ആ പയ്യന്റെ റോളിന് വേണ്ടി ലാസ്റ്റ് വന്ന 2 പേര് ധനഞ്ജയ് ഞാനുമാണ്. പിന്നെയും തൊട്ടേ നമുക്ക് അറിയാം അങ്ങോട്ട്. അങ്ങനെയാണോ ഫ്രണ്ട്ഷിപ്പ്? അങ്ങനെയല്ല, ഇവന്റെ ചേട്ടനും എന്റെ ചേച്ചിയും രക്ഷാബന്ധൻ സിബ്ലിങ്സ് ആണ്. അവര് രാഖി ടൈ ചെയ്യുന്നതാണ് ഫോർ ഈച്ച് അതർ. ആൻഡ് ഫാമിലി ആയിട്ടും അല്ലാതെ അറിയാം. പിന്നെ നമ്മൾ കുഞ്ഞിലെ തൊട്ട് നമ്മൾ സെയിം ഏജ് ആണ്, വി ഹാവ് ദ സെയിം ഫ്രണ്ട് സർക്കിൾ. ഒരുപാട് ഇന്ററാക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ആയതാണ് ധനഞ്ജയായിട്ട്. മാധവൻ എന്തായാലും ആദ്യ സിനിമയായിട്ട് ചിലപ്പോൾ ഇതായിരിക്കില്ല വന്നിട്ടുണ്ടാവുക, സ്ക്രിപ്റ്റുകൾ വന്നിട്ടുള്ള, അങ്ങനെയാണോ? അല്ലല്ലോ. ഞാൻ 18-19 ആയിരുന്നപ്പോൾ തൊട്ട് ഫ്രം 2019
എനിക്ക് ഓരോരോ സ്ക്രിപ്റ്റ്സ് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അറ്റ് ദാറ്റ് പോയിന്റ് ഐ ഡിഡ്ന്റ് ഫീൽ റെഡി ഇൻ എനി വേ. ഞാൻ ഫസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് JSK ആണ്. JSKയിൽ ഞാൻ ഒരു ക്യാരക്ടർ റോൾ ചെയ്തിട്ടുണ്ട്. ദ റീസൺ വൈ ഐ ചോസ് സച്ച് എ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാനെന്ന് പറയുവാണെങ്കിൽ അതിലുള്ള ബാക്കി കാസ്റ്റ് മെമ്പേഴ്സ് ഒരു വെൽത്ത് ഓഫ് എക്സ്പീരിയൻസ് ആയിരുന്നു അവർക്ക്. എൻ്റെ അച്ഛനാണെങ്കിലും അനുപമ പരമേശ്വരനാണെങ്കിലും, ദാസ് ബൈജു സന്തോഷ്, ബൈജു അങ്കിൾ, ദിവ്യ ചേച്ചി, ദിവ്യ പിള്ളൈ, അസ്കർ അലി, ഇവരുടെ എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി പ്രവീൺ നാരായൺ സർ എനിക്ക് തന്നായിരുന്നു. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ സ്ക്രിപ്റ്റ്. എനിക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് തോന്നിയ സ്ക്രിപ്റ്റ് ആയിരുന്നു. ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ് ഞാൻ ഒരു സ്ക്രിപ്റ്റിനോട് അറ്റാച്ച് ആവുന്നത് JSKയുടെ ആയിരുന്നു. ദാറ്റ് വാസ് ദ റീസൺ ബിഹൈൻഡ് മൈ ചോയ്സ് ടു ഡു JSK. JSKയിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് എനിക്ക് കുമ്മാട്ടിക്കളി വരുന്നത്. കുമ്മാട്ടിക്കളിയുടെ സ്ക്രിപ്റ്റ് ഞാൻ കേൾക്കുമ്പോൾ ഞാൻ എൻ്റെ അടുത്ത് പ്രസന്റ് ചെയ്തത് ഒരു ലീഡ് ലൈക്ക് ക്യാരക്ടറാണ്. ഞാനിപ്പോൾ എനിക്ക് ഡെന്നിസിനെ പറ്റി അറിയണമായിരുന്നു. ഡെന്നിസ് ഇസ് എ നെയിം. അപ്പോൾ ഡെന്നിസിന്റെ ക്യാരക്ടറിൽ എത്രമാത്രം മാധവ് സുരേഷിനെ എനിക്ക് ഇംപ്രിന്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഹാസ് ടു ബി റിയലിസ്റ്റിക് ഓൺ ക്യാമറ ആസ് വെൽ. ആ ക്യാരക്ടറിന് ചേരണം. ഡെന്നിസിന്റെ ഒരു 60% എനിക്ക് മാധവ് സുരേഷ് ആയിട്ട് റിലേറ്റബിലിറ്റി വന്നു. ബാക്കി 40% എങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റും, എനിക്കതിനുള്ള കഴിവുണ്ടോ? ഈ ഒരു തോട്ട് പ്രോസസ്സിലൂടെ ഞാൻ ഒരു 2-3 ഡേയ്സ് പോയി ആലോചിച്ച് റിസൾട്ട് എത്തിയപ്പോഴത്തേക്കും ഞാൻ അജ്മലിനും സജിത്താറിനും റെസ്പോണ്ട് ചെയ്ത കുമ്മാട്ടിക്കളി ചെയ്യാമെന്ന് പറഞ്ഞു. ഡെന്നിസ് എന്ന് പറഞ്ഞപ്പോ എനിക്ക് സുരേഷ് പെട്ടെന്ന് അവിടെ ബത്ലഹേം ഡെന്നിസ്. അത് ഞങ്ങള് ചൂസ് ചെയ്തതാണ്. ക്യാരക്ടറിന് എന്ത് പേര് വെക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഡയറക്ടർ എടുത്ത് പറഞ്ഞു നമുക്കിങ്ങനെ സമ്മർ ഇൻ ബത്ലഹേമിലെ ഇവിടെ ഏറ്റവും പിന്നെ സുരേഷ് ചേട്ടൻ ചെയ്ത ക്യാരക്ടറിൽ പോപ്പുലർ. അതെ അതെ. അപ്പൊ സാറ് പറഞ്ഞു സോങ് കാര്യങ്ങൾ സാറ് കണ്ടിട്ടുണ്ടായിരുന്നു, പടം കണ്ടിട്ടുണ്ടായില്ലായിരുന്നു. അപ്പൊ കാണിച്ചപ്പോ ശരിയാ സോങ് ഒക്കെ ഭയങ്കര ചാമിങ് ആയിട്ടല്ലേ സുരേഷ് ചേട്ടൻ. ഡെന്നിസിന്റെ ക്യാരക്ടറുമായിട്ട് എന്തെങ്കിലും സിമിലാരിറ്റി ഉണ്ടോ ഈ ഡെന്നിസിന്? ആക്ഷൻ വെച്ചിട്ട് എനിക്ക് കുഞ്ഞിലോട്ട് ആക്ഷൻ ഫിലിംസും കോമഡി ഫിലിംസും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള. കോമഡി ഈസ് നമ്പർ 1 ഫോർ മീ, ബട്ട് ആക്ഷൻ ഫിലിംസ് ഒരുപാട് എൻജോയ് ചെയ്ത് കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. അത് ഒരു സിനിമ ചെയ്യുമ്പോൾ ചെയ്യണമെന്ന് കൺസിഡറിങ് അച്ഛൻ മലയാള സിനിമയിൽ ഒരു ആക്ഷൻ ഹീറോ എന്നറിയപ്പെടുന്ന ആളാണ്. അപ്പോൾ ഓബ്വിയസ് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് എനിക്ക് കാണും. എനിക്കും എൻ്റെ സിനിമയിൽ ആക്ഷൻ ചെയ്തൊക്കെ ഉള്ളതുണ്ടായിരുന്നു. ഇതിൽ എനിക്ക് ആ ഒരു സ്പേസ് കിട്ടി. അഗൈൻ ദ വൺ ട്രൂ ലവ് ഓഫ് മൈ ലൈഫ്, ഫുട്ബോൾ. അത് യെസ്, ഐ മീൻ സിൻസ് ഐ വാസ് പ്രോബ്ലി 5 years old, 6 years old ഞാൻ ഫുട്ബോൾ കളിക്കുന്നത്. ഞാൻ ഫുട്ബോള് അതിൻ്റെ ഒരു ഫ്രാഗ്മെന്റ് ഉണ്ടായിരുന്നു ഈ സിനിമയിൽ. 22 വയസ്സ്, എൻ്റെ സെയിം ഏജ് ആയിരുന്നു ആ ക്യാരക്ടറിന് ആ സമയത്ത് പറഞ്ഞിരുന്നത്. അണ്ടർഡോഗ് സ്റ്റോറി, ഇതൊക്കെ കുറെ രീതിയിൽ കുറെ പ്ലസസ് ഉണ്ടായിരുന്നു ഈ സിനിമയിൽ. ഇതെല്ലാം കൂടെ ആലോചിച്ചപ്പോൾ ഇറ്റ് ഫെൽറ്റ് ലൈക്ക് എ ഗുഡ് ചോയ്സ് ടു ഡു കുമ്മാട്ടിക്കളി. മലയാളികളുടെ ഗുരുവായൂരപ്പനാണ് ഞാനൊക്കെ ആദ്യം കാണുന്ന ഗുരുവായൂരപ്പൻ സീരിയൽ. സ്കൂൾ ഡേയ്സിൽ ഇങ്ങനെ ആ സീരിയൽ മുടങ്ങാതെ കണ്ടിരുന്ന എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പിന്നെ ഡാഡിക്കുൾ ആദി അല്ലേ, അത് കഴിഞ്ഞ് പിന്നെ ഈ ഇതൊരു റീസ്റ്റാർട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ. ഒരു പിന്നെ 18-ന് ശേഷം പിന്നെ പടങ്ങൾ ചെയ്തിട്ടില്ലല്ലോ. കുട്ടിയായിരുന്ന സമയത്തല്ലേ പടങ്ങൾ ചെയ്തത്? 18 വരെ ഞാൻ 12th വരെ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ കാസർഗോഡാണ് ചെയ്യുന്നത്. ഇതിനും തൊട്ട് മുമ്പ് ഞാൻ കാസർഗോഡാണ് ചെയ്തത്. അതിലൊരു ചെറിയൊരു പിവോട്ടൽ ക്യാരക്ടറാണ് ചെയ്തത്. അതിനുശേഷം ത്രൂ ഔട്ട് ചെയ്യുന്നത് കുമ്മാട്ടിക്കളിയാണ്. ഇതെങ്ങനെയാ ഇത് ഈ പറഞ്ഞ ഫ്രണ്ട്ഷിപ്പ് തന്നെ ഇന്നായതാണോ? അല്ലല്ല, ഫ്രണ്ട്ഷിപ്പിന് ഇന്നായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കാസർഗോഡ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ അഭിനയിച്ചൊരു ഫ്രണ്ട് ഉണ്ട്. പുള്ളിക്കാരൻ വഴിയാണ് ഷാനിദ് വഴിയാണ് അജു എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് സ്ക്രിപ്റ്റ് കേൾക്കാവെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഞാൻ വന്നു, സ്ക്രിപ്റ്റ് ഒക്കെ കേട്ടു. പിന്നെ എൻ്റെ സെക്കൻഡ് തോട്ട് വാസ് മാധവാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും സെക്കൻഡ് കോൾ മാധവനാവേ എവിടെ ചെയ്യുന്നുണ്ടോ എന്തിന് യൂസ് ലൈക്ക് കേട്ട് നോക്ക് എന്നിട്ട് തീരുമാനിക്കാന്നുള്ള രീതി. പിന്നെ കേട്ട് നോക്കി എന്തിന് നമ്മൾ പണ്ടേ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ നമുക്ക് ഒരുമിച്ച് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ദാറ്റ് ഹാപ്പൻ ത്രൂ ദിസ്. മിഥുൻ, മലയാള സിനിമയൊക്കെ ചെയ്തിട്ട് എന്താ ഫീൽ ചെയ്യുന്നത്? It was really great. Cinema itself is a dream to me, so doing my first film in Malayalam feels great, and to be part of this wonderful cast, so it's amazing. So you dubbed for this role or? No, someone else had done for me. Okay. ഇത് മൊത്തത്തിലൊരു തമിഴ് മലയാളം അല്ലെ, എല്ലാവരും ഒന്നിച്ചു വരുന്ന ഒരു സാധനമാണ്. ഇപ്പം ഡയറക്ടർ തന്നെയാണെങ്കിൽ ഒരു തമിഴിയൻ എന്നുള്ള രീതിയിൽ പുള്ളി എങ്ങനെയാ ഇതിനെ കൺസീവ് ചെയ്തിരുന്നത്? തമിഴിയൻ എന്നല്ല, തമിഴ് ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അതായത് കരിയർ ഫുൾ തമിഴ് ഇൻഡസ്ട്രിയിലാണ്, തമിഴ് സിനിമ എടുത്താണ് സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ടു ദ മോസ്റ്റ് പാർട്ട്. തെലുങ്ക് ചെയ്തിട്ടുണ്ട്, ഹിന്ദിയിലും
ഗോവിന്ദ വെച്ചിട്ട് ഗയാബ് എന്നൊരു പടം ചെയ്തു. നമ്മള് ഈ ഒരു ജനറേഷനിൽ മലയാളം സിനിമ, തെലുങ്ക് സിനിമ, തമിഴ് സിനിമ എന്നൊരു കോൺസെപ്റ്റ് ഇല്ല. ഇറ്റ്സ് ഇന്ത്യൻ സിനിമ. OTTയുടെ കൾച്ചറാണ്. ഇറ്റ്സ് ബിക്കം ഇന്ത്യൻ സിനിമ. പക്ഷെ ആ ഒരു ടൈം തൊട്ട് 90s തൊട്ട് വർക്ക് ചെയ്ത് വരുന്ന ഒരു ഡയറക്ടറിന് ആ തമിഴ് ഇൻഡസ്ട്രിയുടെ ഒരു നോം കാണും അദ്ദേഹത്തിന്റെ ഫിൽമോഗ്രഫിയിൽ. ആ ഒരു ഫിൽം മേക്കിംഗ് രീതിയിൽ അത് തീർച്ചയായിട്ടും കാണും. ആ ഒരു സ്റ്റൈല് കുമ്മാട്ടിക്കളിയിൽ വന്നിട്ടുണ്ട്. അതേ സമയത്ത് മലയാളം സിനിമയാണ് പ്രൊഡോമിനറ്റ്ലി. ഇപ്പൊ മിഥുൻ ഒഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ ധനഞ്ജയ് മലയാളിയാണ്, അജു മലയാളിയാണ്, ഞാൻ മലയാളിയാണ്. ഒരു മലയാളം ആക്ടറിന്റെ എസൻസ് അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു. സോ വാട്ട് ഐ ക്യാൻ സേ ഇസ് ഇറ്റ്സ് എ ബ്ലെൻഡ് ഓഫ് തമിഴ് ആൻഡ് മലയാളം സിനിമ. അപ്പൊ അതിന്റെ ടൈറ്റിൽ കാർഡ് നോക്കിയാൽ തന്നെ മലയാളത്തിലും ഉണ്ട്, തമിഴിലും എഴുതിയിട്ടുണ്ട്. രണ്ട് ക്രൗഡിനും ഐ തിങ്ക് സാറിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് രണ്ട് ക്രൗഡിനും, മലയാളം ക്രൗഡിനും തമിഴ് ക്രൗഡിനും റിലേറ്റബിൾ ആയ ഒരു സിനിമയാണ്. എന്റെ ഉദ്ദേശത്തില് വിഷമം അല്ലെങ്കിൽ വേദന അല്ലെങ്കിൽ ഡിസ്പയർ അനുഭവിച്ചിട്ടുള്ള ഏതൊരു മനുഷ്യനും റിലേറ്റബിൾ ആയ ഒരു സിനിമയായിരിക്കും കുമ്മാട്ടിക്കളി. ഈ കുമ്മാട്ടിക്കളി എന്ന് പറയുമ്പോൾ അത് ആ തൃശ്ശൂർ, പാലക്കാട് ഭാഗത്തേക്ക് വരുന്ന ഒരു നോർത്തേൺ കേരളയിലുള്ള ഒരു ആർട്ട് ഫോം ആണ്. അതെ അതെ, അതുമായി കണക്ട് ചെയ്താണ് ഇതിൽ പറയുന്നുണ്ട്. ഈ കുമ്മാട്ടി സമയത്താണ് ഇവരെ കിട്ടുന്നത് എന്നാണ് ലെന ചേച്ചി ട്രെയിലറിൽ പറയുന്നുണ്ടായത്. ആ ഒരു കൾച്ചറിനെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ബോയ്സിന്റെ സ്റ്റോറിയാണോ? അത് എങ്ങനെയാ പറയാ, ഇത് കുമ്മാട്ടിക്കളി എന്നൊരു ആർട്ട് ഫോമിനെ പറ്റിയുള്ള സിനിമയല്ല. അത് ഞാൻ തീർച്ചയായിട്ടും പറയാം. ആ ഒരു ആർട്ട് ഫോം ആയിട്ട് ഒരു ബന്ധവും ക്യാരക്ടേഴ്സിനും ഒന്നുമില്ല. ക്യാരക്ടേഴ്സ് തമ്മിൽ, ഈ 4 ക്യാരക്ടേഴ്സ് തമ്മിൽ ആ ഒരു ബോണ്ട് ഫോം ചെയ്യാൻ കാരണം കുമ്മാട്ടിക്കളിയാണ്. അവരുടെ വൺ ഓഫ് ദ ജീവിത മാർഗമാണ്. അതായത് അവര് ബേസിക്കലി ഫിഷർമെൻ ആണ്. പക്ഷെ അവര് ചെറുപ്പത്തില് ചെയ്തൊരു ജീവിത മാർഗം പോലത്തെ അവരുടെ ഒരു ഇതിലൊരു സോങ്ങില് വരുന്ന ഹാർബർ റിലേറ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളായിരിക്കും അല്ലെ ഈ ഹാർബറിൽ മീൻ പിടിക്കുന്ന അല്ലെ? ഫസ്റ്റ് ടൈം ഫോർ എവറിത്തിങ്. പിന്നെ സിനിമയിൽ വർക്ക് ചെയ്യുന്നതിന്റെ ഒരു മാജിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാത്ത പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. ആദ്യമായിട്ടാണ് നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്യുന്ന പോലെ ചെയ്യേണ്ടി വരും. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ അപ്പൊ അതിന്റെ ഒരു സംതിങ്സ് യു കോൾ ദം പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദ ജോബ്. അതേപോലത്തെ ഒരു കാര്യമാണ്. എന്ത് ചെയ്താലും മീൻ പിടിക്കുന്ന സീനാണെങ്കിലും ആ ഫുൾ വെള്ളത്തിൽ കൂടെ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന എല്ലാം ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് ഫോർ എ ബിഗർ പ്രിവിലേജ്. മനസ്സിലാവും, ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് നമുക്കൊരു വലിയ ഔട്ട് കിട്ടുന്നത്. അപ്പോൾ അതൊന്നും ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഇതായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ്ഡ് ആണെന്ന് തോന്നണല്ലോ, ഇവർ ഇവിടെ ജനിച്ച് വളർന്നതെന്ന് ഫീൽ ചെയ്യണമല്ലോ. അതിന്റെ ഒരു എഫേർട്ട് എങ്ങനെയായിരുന്നു? വേറൊരു നമ്മുടെ ജോലിയുടെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് തന്നെ ഓരോ പുതിയ കാര്യവും നമ്മൾ എക്സ്പീരിയൻസ് ആയിട്ട് ചെയ്യുന്ന ആളാണ് കാണിക്കേണ്ടി വരുന്നത്. പക്ഷെ നമുക്കത് ഒരു ദിവസം 2 ദിവസമോ കാണിച്ചാൽ മതി, കൂടിപ്പോ 1 മാസം കാണിച്ചാൽ മതി. ഈ ബുദ്ധിമുട്ടുള്ള ജോലികൾ വർഷത്തിലെ എല്ലാ ദിവസവും ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരും ഉണ്ട്. അവരുടെ ബുദ്ധിമുട്ടും നമ്മുടെ ബുദ്ധിമുട്ടും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഒരു ആക്ഷനും ഒരു കട്ടിന്റെ ഇടയിൽ ഇത്രയും സെക്കൻഡ് ആ വെയിലത്ത് നിന്ന് ചെയ്താൽ മതി ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇറ്റ് വാസ് നോട്ട് ഹാർഡ്. അത്ര വലിയ പാടൊന്നുമില്ലായിരുന്നു. അത് നമ്മൾ ചെന്ന് ഇറങ്ങിയപ്പോ തൊട്ട് നീണ്ടകര ആ ഒരു ഫുൾ ആൾക്കാരെ നമ്മൾ കാണും. അവരെങ്ങനെയാ, എല്ലാം ഭയങ്കര ക്വിക്കാണ്. രാവിലെ അവർ വരുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, പോകുന്നു, എല്ലാം ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. അപ്പൊ അതിന്നൊരു like we observe, I do observe a lot. I'm pretty sure everyone observes a lot. അപ്പൊ അങ്ങനെ വെച്ച് എല്ലാരും കണ്ട് നമുക്ക് അവിടുത്തെ ആൾക്കാർ എങ്ങനെയാന്നുള്ളൊരു ഇത് മനസ്സിലായി. അങ്ങനെയാണ്. അജ്മല് പട്ടണത്തിൽ ഭൂതം ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? എങ്ങനെയാണ് ആ തുടക്കത്തിൽ സിനിമയിലേക്ക് വരുന്നത് കുട്ടിയായിരിക്കും? പട്ടണത്തിൽ ഭൂതം മമ്മൂക്കാണ് ആദ്യമായിട്ട് കാണുമ്പോൾ അന്ന് നമുക്കറിയാം മമ്മൂക്ക, നമ്മൾ പടങ്ങളൊക്കെ കാണുന്നുണ്ട്. പിന്നെ സിനിമ 70 ദിവസത്തോളം പട്ടണത്തിൽ ഭൂതം ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുള്ളും സർക്കസ് ആയിരുന്നു. അപ്പൊ ഭയങ്കര ഫണ്ണായിരുന്നു. കാരണം അവിടെ കുറെ മൃഗങ്ങളുണ്ട്, കുറെ ആക്ടിവിറ്റീസ് അവരുടെ കാണാം നമുക്ക്. ഞാൻ ഡാഡിക്കുള്ള സമയത്ത് ഈ സെറ്റിൽ പോയാണ് ഞാൻ ആദ്യമായിട്ട് മമ്മൂക്കയെ മീറ്റ് ചെയ്യുന്നത്. അല്ല, എന്നെ ഓഡീഷന് സെലക്ട് ചെയ്തിട്ട് ഞാൻ ഫസ്റ്റ് ടൈം മമ്മൂക്കയെ കാണാൻ പോകുന്നത് പട്ടണത്തിൽ ഭൂതത്തിന്റെ സെറ്റ്. അപ്പൊ അന്ന് ഇവരെല്ലാരും അറിയത്തില്ല, അന്ന് കണ്ടിട്ടുണ്ട്. മിഥുൻ ഗോട്ട് റിലീസ് ആവാണ്, എന്താ റോള്? എന്നോട് ഫസ്റ്റ് പടം ഗോട്ട് ഈസ് റിലീസിംഗ് ഫസ്റ്റ്. സോ സെപ്റ്റംബർ 5 ഈസ് റിലീസിംഗ്. സോ ലുക്കിംഗ് ഫോർവേഡ്.
മാധവന് ഇപ്പൊ ഒരു ഫാദറിന്റെ ആ ഒരു നെയിം എപ്പോഴും നിൽക്കുന്ന പോലെ തന്നെ ധനഞ്ജയ്ക്കുള്ളത് സ്വന്തമായി ചെയ്തു വെച്ച ക്യാരക്ടറിന്റെ തന്നെ ഒരു ബാഗേജാ. എപ്പോഴും ആദ്യമായിട്ടും ഗുരുവായൂരപ്പനായിട്ടും ആ കുട്ടിയായിട്ട് ആൾക്കാർ കാണും. എനിക്ക് തോന്നുന്നു ഗണപതിക്ക് അതുണ്ട് എപ്പോഴും. നമ്മൾ ആ എല്ലാവരും പ്രത്യേകിച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ മനസ്സിലും ആ കുട്ടി ഇരിക്കും. പാലും പഴവും. അതെ, ഗണപതി ഇപ്പൊ നമ്മള് കുട്ടിയായിരിക്കുമ്പോ ഗണപതി ആ ഏജിൽ കണ്ടതാ. നമ്മള് ഗണപതിയുടെ ഏജ് ആണെങ്കിലും പുള്ളി എനിക്കിപ്പോഴും ആ കുട്ടിയായിട്ട് തോന്നുന്നുണ്ട് എന്നുള്ളതാ. അതുപോലെ ഇപ്പൊ അമ്മമാരൊക്കെ ആണെങ്കിലും പ്രത്യേകിച്ച് ഗുരുവായൂരപ്പന അങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ. അതിനെ എങ്ങനെയാ ഒന്ന് ഇപ്പം ഇൻഡസ്ട്രിയിൽ കിടക്കുമ്പോ ഓവർകം ചെയ്യാൻ നോക്കണേ? എനിക്കിപ്പോ 2 പടം ചെയ്തപ്പോൾ എനിക്കിങ്ങനെ പ്രത്യേകിച്ച് വ്യത്യാസം ഒന്നുമില്ല. ഞാൻ എവിടെ പോയി നല്ല അടിക്കുള്ള പയ്യനല്ലേ. അപ്പോ പിന്നെ എന്താ പറയാ ഒരു ട്രേഡ് മാർക്ക് പോലെ അങ്ങനെ നിൽപ്പുണ്ട്. അതിന് ലൈക്ക് അത് കിട്ടുന്നതിന് ഒരു വലിയൊരു പ്രിവിലേജ് ആയിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ആ ഒരു സമയത്ത് അത്രയും നല്ല ടെക്നീഷ്യൻസിന്റെ കൂടെയാണ് ഞാൻ വർക്ക് ചെയ്തത്. സമീർക്കായാലും മാഷിക്കായാലും നമുക്ക് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ അത് പറയുമ്പോഴത്തേക്കും ചെറുതായിട്ട് എനിക്ക് ഇവിടെ നിന്ന് ഒരു വളർച്ച വേണം എന്ന് തോന്നും. പക്ഷെ എന്നാലും ഒരു സന്തോഷമുണ്ട് അത് കേൾക്കുമ്പോൾ. മാധവൻ ഇതുപോലെ എപ്പോഴും ലൈഫ് ഞാൻ പണ്ടെപ്പോഴും ചെറുതാകുമ്പോൾ ഇതുപോലെ മാഗസിനിൽ വായിച്ച ഓർമ്മയുണ്ട്. 2 രീതിയിൽ ലൈഫ് പോയിട്ടുണ്ട് സുരേഷ് ചേട്ടൻ എഴുതിയിട്ടുണ്ട്. എൻ്റെ പിള്ളേർക്ക് ഞാൻ കോസ്റ്റ്ലി ആയ ഐസ്ക്രീംസും സാധനങ്ങളും വാങ്ങിച്ചു കൊടുത്ത സമയമുണ്ട്, 10 രൂപേൻ്റെ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്ത സമയമുണ്ട്. അങ്ങനെയാണ് ഞാൻ ഓർക്കണേ വായിച്ചത്, കുറേ വർഷങ്ങൾക്ക് മുമ്പ് വായിച്ച. ഈ 2 രീതിയിലും ലൈഫ് പോകുന്നുണ്ട്. പക്ഷെ അതേസമയം ഈ സ്റ്റാർഡം എന്നുള്ള ഫാദറിൻ്റെ ഒരു സ്റ്റാർഡത്തിലാണ് ഇപ്പോഴും നോക്കുന്നത്. ഇപ്പോഴും മാധവ് ഒരു പേഴ്സണൽ ഹാപ്പിനെസ് ഷെയർ ചെയ്യുന്ന സമയത്തും ആൾക്കാരത് മാധവ് എന്നുള്ള ഒരാളെ മാത്രമായിട്ടല്ല, സുരേഷ് ഗോപിയുടെ മകൻ എന്നുള്ള രീതിയിലാണ് എല്ലാ കാര്യങ്ങളിലേക്ക് ഇടപെടുന്നതും ഷെയർ ചെയ്യുന്നതും അല്ലേ. അപ്പം നമ്മുടെ ഒരു പ്രിവസി ഒക്കെ കുറച്ചുകൂടെ പോകുന്നുണ്ട്. ഇതിനെ ചെറുപ്പം തൊട്ട് എങ്ങനെയാണ് ഇതിന് മാനേജ് ചെയ്ത് വന്നത്? അത് ചെറുപ്പം തൊട്ടുള്ള കാര്യം നോക്കുവാണെങ്കിൽ ഞാൻ ഡിഫറെന്റ് സ്കെയിൽസിലാണ് മാനേജ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. എനിക്കൊരു 6 വയസ്സ് തൊട്ട് 15 വയസ്സുള്ളപ്പോൾ വരെ പുറത്തുപോയി ഒരുപാട് ഇപ്പോൾ എന്തൊരു പയ്യനാണ്, കുഞ്ഞാണ് എന്നുള്ളൊരു പെർസ്പെക്റ്റീവ് കൂടെ ഉണ്ടല്ലോ ആൾക്കാർക്ക്. അപ്പോൾ ഒരു പരിധി കൂടുതൽ അത് കാരണം ഇപ്പം ഞാൻ ചെയ്യുന്ന മിസ്റ്റേക്സ് ആണെങ്കിലും കവറപ്പ് ആവും. ആ സെയിം റെസ്പോൺസിബിലിറ്റി അല്ല 24 വയസ്സാണ് എനിക്കുള്ളത്. പക്ഷെ അതെനിക്ക് ടു ബി വെരി ഓണസ്റ്റ്, ഞാൻ എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് പോകേണ്ടത്, എൻ്റെ ജീവിതം എന്നല്ല, ഹൗ ഡു ഐ പെർസീവ് ലൈഫ് എന്ന് വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ സൊസൈറ്റിയുടെ വ്യൂസ് എനിക്ക് കുറച്ച് ബാക്ക്വേർഡ് ആയിട്ട് തോന്നുന്നു. കാര്യം ലീഗലി ഐ എം എൻ അഡൾട്ട്, ഐ എം 24 years old. പക്ഷെ ഞാൻ ഇപ്പോഴും എന്ത് ചെയ്താലും എൻ്റെ അച്ഛൻ അതിന് ബാക്ക്ലാഷ് ഫേസ് ചെയ്യുന്നത്. ഇപ്പൊ സംതിങ് നെഗറ്റീവ് ദാറ്റ് ഐ ഡു, അച്ഛൻ അതിന് ബാക്ക്ലാഷ് ഫേസ് ചെയ്യുന്നത് സുരേഷ് ഗോപി എന്നൊരു ഇൻഡിവിജ്വലിനോട് അൺഫെയർ ആണ്. ഐ മീൻ ഒബിയസ്ലി ഇറ്റ്സ് ബിക്കോസ് ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ടാണ് അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അത് ഞാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടതാണ്. പക്ഷെ എന്നെ കുറ്റം പറയും, ഞാൻ ചെയ്ത തെറ്റുകൾക്ക് എന്നെ കുറ്റം പറയും, എൻ്റെ ലൈഫിനെ പറ്റി എൻ്റെ അടുത്ത് ചോദിക്കും. പിന്നെ സൊസൈറ്റിലി ആയാലും എന്ത് കാര്യം വന്നാലും ഇന്നയാളുടെ മോൻ ഇങ്ങനെ, അവരുടെ മോളെ പറ്റി കേട്ടായിരുന്നോ, ഇങ്ങനത്തെ ഓരോ ചോദ്യങ്ങളല്ലേ വരുന്നത്. ഈ പറഞ്ഞ 2 സ്റ്റേജ് ഉണ്ടോ ലൈഫിൽ. അപ്പൊ ആൾക്കാർ കാണുമ്പോൾ എപ്പോഴും ഒരു സ്റ്റാർ കിഡാണ്, ആ ഒരു ലൈഫ് സ്റ്റൈലാണ്, ഒരു അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് കുഞ്ഞായിരുന്നു, എനിക്കറിയില്ല ഗോകുലാണോ അത് കൂടുതൽ ഫേസ് ചെയ്തത്? ഞാൻ യങ്ങസ്റ്റ് ആണ്. ഞാൻ ജനിച്ച സമയത്ത് ഇപ്പോൾ സുരേഷ് ഗോപി എന്ന ഇൻഡിവിജ്വലിന് പല രീതിയിൽ റൈസും ഉണ്ടായിട്ടുണ്ട് ലൈഫിൽ, ഡൗൺഫോൾസും ഉണ്ടായിട്ടുണ്ട്. നേരത്തെ ചോദിച്ച ചോദ്യം ആക്ച്വലി ഇറ്റ് വാസ് 2 dimensional. One was financial and one was in terms of the privacy that we get. Again, I don't want to speak about what my father faced as an actor in his career. Financial കാര്യങ്ങൾ എനിക്ക് ഒരുപാട് ഡീറ്റെയിൽസ് പറയാൻ താല്പര്യമില്ല. പക്ഷെ നമ്മളെ ഒരിക്കലും ഒരു പോഷ് ലൈഫ് സ്റ്റൈലിലോ അല്ലെങ്കിൽ എക്സ്ട്രാവിഗൻ ലൈഫ് സ്റ്റൈലിലോ എക്സ്ട്രാവിഗൻ വ്യൂസും കൊണ്ട് വളർത്തിയിട്ടില്ല. ഞാൻ വളരെ ലോ ഒന്നും പറയുന്നില്ല, അബവ് സ്റ്റാൻഡേർഡ് ലെവലിലാണ് നമ്മളെ വളർത്തിയിട്ടുള്ളത്. വി ഹാഡ് ബെസ്റ്റ് ഓഫ് മോസ്റ്റ് തിങ്സ്, ഐ വിൽ സേ ദാറ്റ് ടു. ബെസ്റ്റ് എന്ന് പറയുമ്പോൾ ഉടനെ 500 രൂപയ്ക്ക് കിട്ടുന്ന സാധനം 5000 രൂപയ്ക്ക് കിട്ടുന്നതും എൻ്റെ അച്ഛൻ 5000 രൂപ വാങ്ങുമെന്നല്ല പറയുന്നത്. വി ഹാഡ് എ ഗുഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, വെരി ഗുഡ് എന്ന് വേണമെങ്കിൽ പറയാം. അത് എൻഷുർ ചെയ്ത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, അച്ഛൻ ഒരു വർഷം 365 ദിവസം എടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നത് ഒരു 20-30 days ആയിരിക്കും. That's a sacrifice he made to provide that life for his family. ഞാൻ എന്നൊരു മകന് എൻ്റെ അപ്ബ്രിങ്ങിങ്ങിൽ എൻ്റെ അച്ഛൻ്റെ ഫിസിക്കൽ പ്രസൻസ് ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട്. അത് ഇന്നിരുന്ന് ആലോചിക്കുമ്പോൾ ആ പ്രസൻസ് ഉണ്ടായിരുന്നെങ്കിൽ കുറെ ചേഞ്ചസ് വരുത്തായിരുന്നു, കുറെ ചേഞ്ചസ് എനിക്ക് തന്നെ വന്നാനേ എന്ന് ആലോചിക്കുന്നുണ്ട്. ബട്ട് ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഹി ഡിഡ്ന്റ് പുട്ട് ദി എഫേർട്ട്, ഹി ഹാഡ് ടു ഡു സംതിങ് എൽസ്. അത് ഞാൻ ഇന്ന് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ആസ് someone who's growing into a man, his own man. മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. You don't always get everything.
എനിക്ക് ആ പ്രിവിലേജ് ലൈഫ് കിട്ടിയത് തന്നെ ഈ സാക്രിഫൈസ് കാരണമായിരുന്നു. ആൻഡ് അതുകൊണ്ട് തന്നെ കുഞ്ഞിലെ മിസ് ഔട്ട് ചെയ്ത കാര്യങ്ങൾ ഈ ഒരു പ്രായത്തിൽ മേക്കപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അച്ഛന് മാക്സിമം ടൈം കിട്ടുന്ന സമയത്ത് ഇപ്പോഴും അന്നും ഇന്നും എപ്പോഴും അച്ഛൻ ടൈം നമ്മളോട് സ്പെൻഡ് ചെയ്യാൻ നോക്കാറുണ്ട്. അതേപോലെ എനിക്ക് ഫ്രീ ടൈം കിട്ടുമ്പോഴും എനിക്ക് അച്ഛനോട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുമ്പോഴും ഒക്കെ അച്ഛനോട് ഞാൻ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. ഐ ട്രൈ ടു ലേൺ ഫ്രം ഹിം. ഇപ്പം നമ്മൾ സെയിം പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, നോട്ട് പൊളിറ്റിക്കലി ഇൻ ഫിലിംസ്. അപ്പോൾ ഒരുപാട് പഠിക്കാനുണ്ട് ആളുടെ ഒരുപാട് അഡ്വൈസ്. ആസ് എൻ സിനിമ റിലേറ്റഡ് അഡ്വൈസ് കുറവാണെങ്കിലും ലൈഫിനെ പറ്റി ഒരുപാട് അഡ്വൈസ് ചെയ്യാൻ പറ്റും ആൾക്ക്. ആൻഡ് എൻ്റെ അച്ഛനായിട്ട് എൻ്റെ ബെസ്റ്റ് ഇൻട്രസ്റ്റിലായിരിക്കും അഡ്വൈസ് പറയുന്നത്. സോ ഇറ്റ്സ് സമ്മൺ ഐ കൻ ട്രസ്റ്റ്. അച്ഛനെ ഗോകുല് പറഞ്ഞിട്ടുണ്ട്, കണ്ടിട്ടുള്ളത് ഒരു ലാർജർ ദാൻ ലൈഫ് ക്യാരക്ടറിനൊക്കെ ആയിട്ടാണ് വളർന്നപ്പോൾ മുതൽ അങ്ങനെയാണ് അച്ഛൻ്റെ ക്യാരക്ടേഴ്സ് കണ്ടിട്ടുള്ളത്. അത് പറയുമ്പം സുരേഷ് ഏട്ടൻ അടുത്തുണ്ട്. സുരേഷ് ഏട്ടൻ പറയുന്നുണ്ട് ഇവന് മാത്രമേ അതുള്ളൂ, ബാക്കി എല്ലാവരും അങ്ങനെ അല്ല എന്ന്. മാധവ് എങ്ങനെയാ, മാധവ് ജനിച്ചു വളർന്ന സമയത്തുള്ള ഒരു എങ്ങനെയാണ് അച്ഛൻ എന്നുള്ള ഒരാളെ നീച്ചിട്ടുണ്ടായിരുന്നത്? ഈ പറഞ്ഞ പോലെയാണോ? അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു അച്ഛനൊരു അമ്മയേ ഉള്ളൂ. എനിക്ക് എൻ്റെ പേഴ്സ്പെക്റ്റീവ് അനുസരിച്ച് പ്യൂർലി ഫാദർ മദർ, അതിന്റെ അപ്പുറത്തോട്ടൊരു സാധനം ഇങ്ങനെ ഗോകുല് കണ്ട പോലെ ഒന്നും. My relationship with them is purely one of a father and son, and അമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ മദർ ആൻഡ് സൺ. അവർ ആക്ടറാണോ സൂപ്പർ സ്റ്റാർ ആണോ ഇതൊന്നും എനിക്ക് എൻ്റെ പേഴ്സണൽ റിലേഷൻഷിപ്പിലോട്ട് വരാൻ പറ്റത്തില്ല. ഇതിൻ്റെ ഒരു കോൺട്രാസ്റ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് എവർ ഷോർട്ട് ഇൻ ഫിലിംസ്, ഞാൻ ഫസ്റ്റ് എവർ ടൈം ഒരു ക്യാമറയുടെ മുന്നിൽ പോയി ഇരിക്കുന്ന കൗണ്ടർ ഇരുന്ന് എൻ്റെ അച്ഛനായിരുന്നു. അന്ന് ഞാൻ ക്യാമറയുടെ മുന്നിൽ എങ്ങനെ ഇരുന്ന് എനിക്ക് പോലും അറിയത്തില്ല. കുറെ റീറ്റേക്ക് വേണ്ടി വന്നു. എനിക്ക് നേരത്തെ ഡയലോഗ് ഒരു 2-3 വാക്യം ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് പറയാൻ പറ്റിയില്ല. അന്നേ ഇരുന്നത് സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയുടെ മുന്നിലായിരുന്നു. അതിന്റെ ഒരു വ്യത്യാസമുണ്ട്. അപ്പൊ ആ വർക്ക് എൻവയൺമെന്റിൽ ഒരു സിനിമയുടെ സെറ്റിൽ ഹീസ് ഡെഫിനറ്റ്ലി എ സൂപ്പർ സ്റ്റാർ. പക്ഷെ എന്റെ വീട്ടിൽ വരുമ്പോൾ എനിക്ക് എന്റെ അച്ഛനായിട്ടേ കാണാൻ പറ്റത്തുള്ളൂ. ഒരു കാര്യം സംസാരിക്കുമ്പോൾ എനിക്ക് എന്റെ അച്ഛനോട് സംസാരിക്കുന്നേ പറയാൻ പറ്റത്തുള്ളൂ. ചേട്ടൻ ജനിച്ചതും വളർന്നതും അച്ഛൻ സൂപ്പർ സ്റ്റാർഡത്തിന്റെ പീക്കിൽ ഇരുന്നൊരു സമയത്താണ്. മേ ബി ആ ഒരു എൻവയൺമെന്റ് ആളെ മോൾഡ് ചെയ്ത് അങ്ങനെ ആയിരിക്കും. അതുകൊണ്ട് ആ ഒരു ലെവലാണ് അച്ഛനെ കാണുന്നത്. പിന്നെ മൂത്ത മകൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഫാമിലിയിൽ ഒരുപാട് കൂടുതൽ റെസ്പോൺസിബിലിറ്റീസോടെ വളർന്ന ആളായിരിക്കും. എനിക്ക് അത്രയും ദൈവം സഹായിച്ച് വന്നിട്ടില്ല. പക്ഷെ എൻ്റെ ചേട്ടൻ അങ്ങനെ വളർന്ന ആളായതുകൊണ്ട് മേ ബി ഓൾ ഓഫ് ദിസ് കോൺട്രിബ്യൂട്ട്സ് ടു ഹിം സീയിങ് അച്ഛൻ ദാറ്റ് വേ വെൻ ഹി മോൾഡഡ് ഹിസ് ഓൺ മാൻ. എൻ്റെ ചേട്ടൻ്റെ കാര്യം പറയാം, ഒരുപാട് ഇൻസ്പിറേഷൻ അച്ഛൻ്റെ എടുത്തതാണ്. കണ്ടു വളരുന്നതാണ് ഒരു ഹൈ ലെവലിൽ നിൽക്കുന്ന ആളെ. അപ്പൊ അതെല്ലാം ഇങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ്സിന് കോൺട്രിബ്യൂട്ട് ചെയ്യും. പക്ഷെ എനിക്ക് ഇങ്ങനെയാണ്, ഐ കൻ ഓൺലി സീ ഹിം ആസ് മൈ ഫാദർ അറ്റ് ഹോം, ഈസ് നത്തിങ് ബിയോണ്ട് ദാറ്റ്. ഓക്കെ, അപ്പൊ നിങ്ങള് എനിക്ക് തോന്നുന്നു ജെൻസി കിഡ്സ് എന്ന് പറയാൻ പറ്റുമായിരിക്കും അല്ലേ? അപ്പൊ ഏറ്റവും പുതിയ അല്ലേ? എല്ലാവരും ജെൻസി ആണോ? ആണോ? എനിക്കൊന്നും അജൂസ് a millennial. Okay. We're Gen Z, don't worry. I'm also. You're 99? രണ്ട് ജെൻസിയും 2 മില്ലേനിയൽസും ഉണ്ട്. താങ്ക് യു. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് ഇപ്പം നമ്മള് ഇൻഡസ്ട്രിയെ നിങ്ങൾ കാണുന്ന ഒരു രീതി ഇപ്പൊ പെട്ടെന്ന് ചേഞ്ച് ഉണ്ട്. ഇപ്പം ഇതൊക്കെ നമ്മൾ ഇപ്പോഴാണ് പറയാൻ തുടങ്ങി. പണ്ടൊരു 10 yearsന്റെ ഒരു ഡിഫറൻസിനെ ഒന്നും നമ്മൾ പറഞ്ഞിരുന്നില്ല. എന്താ മലയാള സിനിമയാണെങ്കിലും ടോട്ടൽ ഇന്ത്യൻ സിനിമയായാലും നിങ്ങൾ അതിലൊരു ചേഞ്ച് നിങ്ങളാണ് ഇപ്പൊ റെപ്രസെന്റ് ചെയ്യുന്നത്. എങ്ങനെ എന്താ നോക്കി കാണാറുണ്ടോ? അങ്ങനെ എന്തെങ്കിലും തോട്ട് ഉണ്ടോ ഇപ്പത്തെ? തീർച്ചയായിട്ടും ഉണ്ട്. ലൈഫ് ഇസ് അബൌട്ട് ചേഞ്ച്, റൈറ്റ്? എവറി ആസ്പെക്ട് ഓഫ് ലൈഫ് ഇസ് അബൌട്ട് ചേഞ്ച്. അതേപോലെ തന്നെ സിനിമയിലും ചേഞ്ചസ് വരും. 5 വർഷം മുന്നത്തെ മലയാള സിനിമ അല്ല ഇന്നത്തെ മലയാള സിനിമ. 10 വർഷം മുന്നത്തെ മലയാള സിനിമയെ കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ല. കീപ്സ് ചേഞ്ചിങ്. ഇനി അതിന്റെ ആ റേറ്റ് ഓഫ് പ്രോഗ്രഷൻ ഇനി കൂടത്തേ ഉള്ളൂ. ഇറ്റ്സ് ഗോണ ഗെറ്റ് മോർ ഇന്റൻസ്. പക്ഷെ മലയാള സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏതൊരു ഇപ്പോൾ ഒരു ഇന്ത്യൻ സിനിമ വ്യൂവറിൻ്റെ അടുത്ത് പോയി ചോദിക്കുക, വാട്ട് കൈൻഡ് ഓഫ് മൂവീസ് ഡു യു ഫൈൻഡ് മോസ്റ്റ് റിയലിസ്റ്റിക്? റിയൽ ലൈഫിന് റിലേറ്റബിൾ ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ മലയാള സിനിമകളാണ് പുറത്തോട്ട് വരുന്നത്. മേക്കിംഗ് സ്റ്റൈലിലാണെങ്കിലും സ്റ്റോറി ആണെങ്കിലും ആക്ടേഴ്സിന്റെ പെർഫോമൻസ് ആണെങ്കിലും ഓവർ ദ ടോപ്പ് അല്ല പലപ്പോഴും പോകുന്നത്. ഓവർ ദ ടോപ്പ് റോൾസിന് പോലും മലയാളം ആക്ടേഴ്സിന് ഒരു സെൻസ് ഓഫ് നാച്ചുറാലിറ്റി ഉണ്ട്. ദാറ്റ്സ് സംതിങ് ദാറ്റ്സ് എൻഗ്രേവ്ഡ് വിത്തിൻ അവർ കൾച്ചർ ഓർ അവർ ഫിലിം മേക്കിംഗ് കൾച്ചർ. ഗ്രോത്തിന് സ്കോപ്പ് ഉണ്ട്, യെസ്. നമുക്കത് പല വേറെ ഇൻഡസ്ട്രിയിൽ നിന്ന്, ഹയർ കമേഴ്ഷ്യലി പെർഫോമിംഗ് ഇൻഡസ്ട്രീസിൽ നിന്ന് കമേഴ്ഷ്യലി ഗ്രോ ചെയ്യാനുള്ള സ്കോപ്പ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാൻ പറ്റും. ഹോളിവുഡിൽ നിന്ന് ഇൻസ്പിറേഷൻ എടുക്കാൻ പറ്റും, ബോളിവുഡിൽ നിന്ന് എടുക്കാൻ പറ്റും, തെലുഗുവിൽ നിന്ന് എടുക്കാൻ പറ്റും, തമിഴിൽ നിന്ന് എടുക്കാൻ പറ്റും. ഇതൊക്കെ എങ്ങനെ പോവുമെന്ന് എനിക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റത്തില്ല. ഇങ്ങനെയൊക്കെ പോവാം എന്ന് പറയാം. പല പല വഴികളുണ്ട്. എങ്ങനെ പോകുമെന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ ഞാൻ ദൈവമല്ല, എനിക്കറിയത്തുമില്ല. ഓക്കെ, അപ്പോൾ കുമാട്ടികൾക്ക് ആശംസകൾ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. Thank you so much.